എലിവേറ്റഡ് ഹൈവേ ഉള്ളപ്പോൾ എന്തുകൊണ്ട് കായംകുളത്ത് മാത്രം പറ്റിയില്ല എന്ന പ്രസക്തമായൊരു ചോദ്യം അവിടെ ഇല്ലേ? കയർ തൊഴിലാളി മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൂലി വർധനം ഇല്ല, മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ പ്രശ്നത്തിലാണ്. അതൊരു അവരുടെ രോഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 20 വർഷക്കാലമായി കായംകുളത്ത് തുടർച്ചയായി LDF MLA, ഇപ്പോഴത്തെ MLA കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായ MLA ആണ്. ഈ 10 വർഷക്കാലം കേരളത്തിൽ LDF ഭരണവുമുണ്ട്. സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കായംകുളം മുന്നോട്ട് പോകണ്ടേ? സ്നേഹവും ഇഷ്ടവും അതോടൊപ്പം തന്നെ ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണ് നിറയുന്ന മനുഷ്യരൊക്കെ തന്നെയാണ്. ഏത് പാതിരാത്രിയിലും ഇറങ്ങി നടക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇറങ്ങി നടക്കുന്നവർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? എത്ര കണ്ണ് നിറഞ്ഞാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പൊളിച്ചെഴുത്ത് നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന സങ്കടം വരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ആണിന് കരയാൻ പാടില്ല എന്നുള്ള ഒരു 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 എന്താ അപനിർമ്മിതിയെ നിങ്ങൾ പൊളിച്ചെഴുതി. നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആൾക്കാരുടെ ഇടയിൽ അതൊരു മണ്ഡലം കൺവെൻഷൻ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയോജകമണ്ഡലം അത് സ്വന്തം പ്രവർത്തകരാ, അവരുടെ മുമ്പിൽ അല്ലാതെ ആരുടെ അടുത്താണ് നമ്മൾ നമ്മുടെ കാര്യം പറയുക. ആ അർത്ഥത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഇന്നത്തെ ലിബറൽ പൊളിറ്റിക്സിൽ അത്ര ശക്തമായ പാട്രിയാർക്കിയെ ഒഴിവാക്കിയ ഒരു മനുഷ്യനും കൂടിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ഞാൻ ചർച്ചകളിലൊക്കെ തന്നെ ഞാൻ പരമാവധി ഞാൻ ചർച്ചകളെ കാണുന്നത് എന്താ പറയുന്നത്, ഒരു പരസ്പരം പോരടിക്കാനുള്ളൊരു വേദിയായിട്ടല്ല. അതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എതിരാളികളെ അടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകുന്തോറും നമ്മൾ തിരിച്ചറിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് 100% ശരി, അപ്പുറത്ത് 100% തെറ്റ് എന്ന രീതിയിൽ നമുക്കൊരു വിഷയത്തെയും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഭാഗത്തും ശരിയുണ്ട്, അവർക്കും അവരുടേതായ ശരിയുണ്ട്. അപ്പോൾ നമ്മൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം കാര്യങ്ങളെ കാണാൻ. അപ്പോൾ ഒരു സംവാദത്തിൽ ഒരു ചർച്ചയിൽ ഒരു വിഷയത്തിലിരുന്നാൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിഷയത്തെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കറിയാത്തൊരു വിഷയത്തിൽ ഞാൻ സാധാരണ ഞാൻ ചർച്ചയ്ക്കില്ല എന്ന് പറയും. കാരണം മാത്രമല്ല എനിക്കറിയാമെങ്കിലും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല, എനിക്ക് നോക്കാൻ സമയമില്ല. അതൊരു വിഷയമാണെങ്കിലും ഞാൻ പറയും ഞാൻ ഇല്ല എന്ന് പറയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ പറഞ്ഞ് അപ്പോൾ എതിർഭാഗം ഒരു വാദഗതി മുന്നോട്ട് വെച്ചാൽ നമ്മളതിനെ നമുക്ക് ബോധ്യപ്പെടുന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ എനിക്ക് തോന്നുകയാണ് അയാൾ പറയുന്നതാണ് ശരി, പക്ഷേ നമുക്ക് അത്ര സത്യമില്ല, അപ്പോൾ ഒരു കാര്യം ചെയ്തേക്കാം, നമ്മൾ ചർച്ചയുടെ വഴി തെറ്റിക്കാം, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിച്ച് പ്രകോപിപ്പിച്ച് നമുക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ ഒരു പരസ്പര എല്ലാത്തിനും ഒരു അതിർവരം. ചില സമയത്ത് നമ്മൾ പറയും ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു പരിധി വരെ തെറ്റുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതിന് ഇങ്ങനൊരു ന്യായീകരണമാണുള്ളത് എന്ന് പറയാനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത് എൻ്റെ ഒരു ബോധ്യത്തിൻ്റെ കൂടെ ഭാഗമാണ്. 2, ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ഇടപെടൽ. നമുക്കറിയാം നമ്മളൊക്കെ തന്നെ സ്നേഹവും ഇഷ്ടവും അതോടൊപ്പം തന്നെ ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണ് നിറയുന്ന മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷെ പരമാവധി നമ്മൾ പൊതുവേദികളിൽ എന്ത് ചെയ്യാറില്ല, അത്തരം വികാരങ്ങൾ നമുക്ക് ദേഷ്യം വന്നാൽ പോലും നമ്മൾ പ്രകടിപ്പിക്കില്ല. കാരണം എന്താണ്, അങ്ങനെയല്ല. നമ്മൾ പൊട്ടിക്കരയണം തോന്നുന്ന സ്ഥലങ്ങളിൽ പോലും നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പൊതുപ്രവർത്തകരിൽ മരണ വീടുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരായ മനുഷ്യർ മരിച്ചു കിടക്കും, അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരൊക്കെ പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലത്ത് നമ്മുടെ അറിയാതെ നമ്മൾ കണ്ണ് നിറയുന്നു എന്നതൊരു സത്യമാണ്. പക്ഷെ നമ്മളവിടെ നിന്ന് നമ്മളവിടെ നിന്ന് കരയാറില്ല. അവിടെ നിന്ന് കരയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി അവരെ ഏൽപ്പിക്കേണ്ട മാത്രമല്ല, നമ്മുടെ ഒരു ബോധ്യം എത്ര കണ്ണ് നിറഞ്ഞാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദുഃഖം വരാറുള്ളപ്പോൾ നമ്മൾ കണ്ണ് നിറയാറില്ലേ, നമുക്ക് വിഷമം വരാറില്ലേ, നമ്മൾ ചിരിക്കാറില്ലേ, ഹാസ്യം വളരെ പൊട്ടിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ ഹാസ്യം വരുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പം നമുക്കെല്ലാം ഈ വികാരങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു 15 വയസ്സ് മുതലുള്ള രാഷ്ട്രീയം ഞാൻ ആലോചിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പഠനം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ തൊഴിൽ, ഇതെല്ലാം നമ്മുടെ കുടുംബം അല്ലെങ്കിൽ സമൂഹം, നമ്മൾ നടത്താൻ ആഗ്രഹിച്ച ഇടപെടലുകൾ, ഇതെല്ലാം ചിന്തിച്ചപ്പോൾ നമ്മളൊരു ഘട്ടത്തിലാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം ഉള്ളിലൊരു ഗദ്ഗതമുണ്ടായി എന്ന് സത്യമാണ്. അതെനിക്ക് നിയന്ത്രിക്കാനും സാധിച്ചില്ല. മനുഷ്യനാണ്, സ്വാഭാവികം മനുഷ്യരാണല്ലോ നമ്മളല്ലാതെ ഞാനൊരിക്കലും അങ്ങനെ കരുതുന്നില്ല. അങ്ങനെ വികാരങ്ങളെ അടിച്ചമർത്തി നേരത്തെ പാട്രിയാർക്കലായ ഒരു എന്താ പറയുക, ഒരു മെയിൽ ഷോവനിസ്റ്റിക്
ആ തരത്തിലുള്ള കാഴ്ചപ്പാടിന് ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആണിന് കരയാൻ പാടില്ല, പെണ്ണെ കരയാവൂ, അല്ലെങ്കിൽ പെണ്ണ് പിന്നെ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ആൺ ഇങ്ങനെ ആവണം എന്നുള്ള വാർപ്പ് മാതൃകളോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ പരമാവധി സമചിത്തത പുലർത്താൻ ശ്രമിക്കാറുണ്ട്. അത് ആരാണെങ്കിലും ആ സമചിത്തത ആവശ്യമാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കണ്ണുനീര് ചിലപ്പം നമുക്ക് തടയാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന ഗദ്ഗതം നമുക്ക് തൊണ്ടയിൽ നമ്മൾ കുടുങ്ങി കിടന്നിരിക്കും. അത് മനുഷ്യർക്കുണ്ടാകുന്ന കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരു സാധാരണ മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തനായിരിക്കണമെന്നില്ല. പക്ഷേ സമചിത്തതയുള്ളവരായിരിക്കണം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, എങ്കിലല്ലേ ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മനുഷ്യരാണ്. സ്ത്രീകൾ, കുട്ടികൾ, അവരുടെ സുരക്ഷിതം, ക്രൈം റേറ്റ് ഒക്കെ ഒരുപാട് കൂടിക്കൊണ്ടുവരുന്ന കാലഘട്ടമാണല്ലോ, അല്ലെങ്കിൽ ക്രൈം റേറ്റ് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഈ താങ്കളുടെ കാലഘട്ടത്തിൽ ഇതിന് എന്തൊരു നയപരമായിരിക്കുന്ന ചേഞ്ച് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ഈ കാര്യത്തിൽ നമുക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് കാണേണ്ടതുണ്ട്. ഒന്ന്, ആ ഒരു കാഴ്ചപ്പാട് വളരേണ്ട ഒരു ടൈം. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ വളരുമ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് സഹോദരിയുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ്? എൻ്റെ സഹോദരി ഞാൻ പറഞ്ഞ് കേട്ട് പോകണം എന്ന തരത്തിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഒരു ആൺകുട്ടിക്കാണ് കുടുംബങ്ങളിൽ ലഭിച്ചു. ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോഴും ഉണ്ട് അത്തരത്തിൽ. അപ്പം നമ്മൾ ചെറുപ്പം മുതൽ തന്നെ അത് കുടുംബത്തിൽ നിന്ന് തന്നെ ആ ഒരു വിദ്യാഭ്യാസം തുടങ്ങണം. ഒന്നാം ക്ലാസ് ഇപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതലേ മാതാപിതാക്കളെക്കാൾ കൂടുതൽ വരുന്ന അംഗൻവാടിയിലാണ്, അല്ലെങ്കിൽ അത്തരം നഴ്സറി ക്ലാസ്സുകളിലും. അവിടെ മുതൽ തന്നെ ഇതിൻ്റെ ഒരു പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആവശ്യമാണ്, സഹാനുഭൂതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഒരർത്ഥത്തിൽ എന്താ പറയുന്നത്, ഏത് തരത്തിലുമുള്ള വിദ്യാഭ്യാസം, അത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ ആ തരത്തിലുള്ളൊരു ട്രെയിനിങ്ങിലൂടെ വേണം മനുഷ്യൻ ഇവോൾവ് ചെയ്യാൻ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ പരസ്പര ബഹുമാനം കൊടുക്കേണ്ട, പരസ്പരം എന്താ പറയുക, എല്ലാ തരത്തിലും തുല്യരാണെന്നൊരു ബോധത്തോടു കൂടിയാണ് വളർന്നു വരേണ്ടത്. അത് തന്നെ സമൂഹത്തിലെ ക്രൈം റേറ്റ് പരമാവധി കുറയ്ക്കും. ഒരു കുടുംബത്തിനുള്ളിലെ ക്രൈം റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തൊരു ഘട്ടമുണ്ട്. ക്രിമിനൽസ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഒരു സമൂഹത്തിൽ എല്ലാവരും നല്ലവരും അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ക്രൈമുണ്ട്. ആ ക്രൈമിനെ നേരിടേണ്ടത് എന്താണ്? നിയമം അത് ശക്തമാണ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ശക്തമാണ്. ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ഏത് പാതിരാത്രിയിലും ഇറങ്ങി നടക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇറങ്ങി നടക്കുന്നവർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ അവിടെ എന്താ വേണ്ടത്? അപ്പോൾ അതിന് ഉള്ള സംവിധാനം, അതിൻ്റെ ടെക്നോളജി ഉൾപ്പെടെ വേണം. ഒരു നഗരത്തിലൂടെ, ഒരു ടൗണിലൂടെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ പോകുമ്പോൾ അവർ കൃത്യമായ ഒബ്സർവേഷനിലായിരിക്കണം. ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ വന്നാൽ, അല്ലെങ്കിൽ ആക്രമികൾ വന്നു കഴിഞ്ഞാൽ അവരെ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധിക്കപ്പെടുന്ന പോലീസിങ് സിസ്റ്റം നമുക്കിവിടെ വേണം. അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, തുടക്കം മുതൽ കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലുമുള്ള വിദ്യാഭ്യാസങ്ങൾ, അതിശക്തമായ നിയമനിർമ്മാണം. 3, സാങ്കേതികവിദ്യ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ പോലീസിങ്ങും ക്രമസമാധാന സംരക്ഷണവും. ഇതെല്ലാം വേണ്ടേ? ഇതാണ് എനിക്ക് ഇതേ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. കൃത്യമായ ഒബ്സർവേഷനിലൂടെ വേണം ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഈ കുടുംബം എന്നുള്ള ഒരു നരേറ്റീവിന് പുറത്ത് ലെഫ്റ്റ് ഫെമിനിസ്റ്റ് ചിന്തകളിലൊക്കെ വളരെ ഇൻഡിവിജ്വലായ ഒരു ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലെഫ്റ്റ് ഒരു സദാചാര ഡിസ്കഷൻസിലാണോ നിൽക്കുന്നത് എന്നുള്ള സംശയിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിലാണ് എല്ലാ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകളും നമ്മൾ കണ്ടുപോകുന്നത്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ന്യായിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള പദ്ധതി എന്നുള്ള രീതിയിൽ സ്ത്രീക്ക് സൗജന്യ സഞ്ചാരം വെക്കുന്നു. ഒരു പരിധിവരെ ലെഫ്റ്റിനേക്കാൾ പ്രോഗ്രസീവായിട്ട് കോൺഗ്രസ് അതിനെ മുന്നോട്ട് കണ്ടു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. ഈ ലെഫ്റ്റ് എന്ന പ്രയോഗം തന്നെ എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഈ ലെഫ്റ്റ് എന്ന പ്രയോഗം തന്നെ പുരോഗമനപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന, മനുഷ്യപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നത് മാത്രമാണ് ലെഫ്റ്റ് എന്നതിനെ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൻ്റെ ആ ഒരു കുത്തക ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യത്വ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയല്ലേ? ലെഫ്റ്റ് എന്നൊരിടത്തിൽ പറയാം. അല്ലെങ്കിൽ മധ്യവർഗ നിലപാടുകൾ, ഒരു സെൻട്രൽ ലെഫ്റ്റ് എന്ന് പറയാവുന്ന
ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമായി ഇത്തരം നിലപാടുകളുടെ കുത്ത കൊടുക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ അല്ലെങ്കിൽ നിരവധി മനുഷ്യർ പറയുന്നത് ഞങ്ങൾ ലെഫ്റ്റാണ്, ഞങ്ങൾ ഇടതുപക്ഷ വിശ്വാസികളാണ്, പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളുമായേക്കാം. അത് ഏതെങ്കിലും പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ പറയാൻ സാധിക്കുന്നത്? ഇപ്പോൾ കെ രമയ്ക്ക് പറഞ്ഞുകൂടെ ഞാൻ ലെഫ്റ്റാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്? ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവരെക്കാൾ എത്രയോ വലിയ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ എത്രയോ വലിയ ഇടതുപക്ഷ ചിന്താഗതിക്കാർ പുറത്തുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യപക്ഷത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം, അവർക്കിതിലൂടെ ഉണ്ടാകുന്ന വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന അദ്ദേഹം മനുഷ്യപക്ഷത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെക്കാൾ എന്ന ഒരു പ്രയോഗത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേക്കാളും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ഒരു പ്രയോഗങ്ങളിലൂടെയും ക്ലീഷ്യേഴ്സിലൂടെയും ഇവരെങ്ങനെ അതിൻ്റെ കുത്തക ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ നമുക്ക് നോക്കാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഉണ്ടാവുന്നത്. ഗാന്ധിജിക്ക് ശേഷം വനിതാ പ്രസിഡന്റാണ് ഉണ്ടായത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രോഗ്രസീവ് ആയിരുന്നു കോൺഗ്രസ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോഴും അവകാശപ്പെടാൻ പറ്റുമോ? പോളിറ്റ് ബ്യൂറോയിൽ പോലുമുള്ള വനിതാ പ്രാതിനിധ്യം അവസാനം വനിതാ കാരറ്റിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഒരു വനിതാ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? അപ്പോൾ പിന്നെ ഇത്തരം ഒരു പ്രയോഗത്തിന് അർത്ഥമില്ല. ഈ പരമ്പരാഗത തൊഴിൽ മേഖലകൾ ഒരുപാടുണ്ടായിരുന്ന സ്ഥലമാണിത്. അവിടെ നമ്മൾക്ക് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ എന്തുണ്ട്, അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിനെ കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷൻസ് വരാത്ത ഒരു കാലഘട്ടവും കൂടെയാണ്. ആ ഒരർത്ഥത്തിൽ ഈ പ്രത്യേകിച്ച് ആശാ സമരം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, ഇപ്പം നഴ്സസ് സമരം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, അംഗൻവാടീസിൻ്റെ സമരം നിൽക്കുന്നു, PSC കുട്ടികളുടെ സമരം നിൽക്കുന്നു, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നിൽക്കുന്നു. ഇങ്ങനെ ഈ സമരങ്ങൾക്കൊന്നും ഒരു തീരുമാനമുണ്ടാകാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ് കടന്നുപോയത്. ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തൊഴിലാളികൾ തമസ്കരിക്കപ്പെട്ടു പോയോ? പ്രത്യേകിച്ച് ലേബർ കോഡുകളൊക്കെ മാറിഞ്ഞ ഈ കാലഘട്ടത്തിൽ ആ അർത്ഥത്തിൽ ഈ ഇലക്ഷൻ തൊഴിലാളികൾക്ക് എന്ത് പ്രതീക്ഷയാണ്? താങ്കൾക്ക് ഈ ഒരു മാറ്റം വേണമെന്നുള്ളതിന് തോന്നാൻ കാരണം തൊഴിലാളികളോട് വളരെ ക്രൂരമായ സമീപനം സ്വീകരിച്ചൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കശുവണ്ടി ഫാക്ടറികളിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള സഹോദരിമാർ അവർ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞത് ഇപ്പം മാസത്തിൽ 2 ദിവസമേ പണിയുള്ളൂ എന്നാണ്. ഞങ്ങൾക്കൊരു പെൻഷൻ 1000 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലാണ്. കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഇന്ന് ചൊറിയാൻ പോലും പറ്റുന്നില്ല. ശരീരത്തിൽ ചൊറിയണമെന്നുണ്ടെങ്കിൽ ചുള്ളിക്കമ്പുമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അത്ര ദുരിതം അനുഭവിക്കുന്നവരാണ് എല്ലാവരും. അവർ രോഷം പ്രകടിപ്പിക്കുകയാണ്, രാഷ്ട്രീയക്കാരോട് തന്നെ രോഷം പ്രകടിപ്പിക്കുകയാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓരോരുത്തർ കഴിഞ്ഞ വോട്ട് മേടിക്കാൻ പോയി, പിന്നെ ഇങ്ങോട്ട് വരില്ല, നിങ്ങളെല്ലാം ഇങ്ങനെ വരുന്നവരാണ്. അല്ലെങ്കിൽ അതൊരു അവരുടെ രോഷം നമുക്ക് മനസ്സിലാക്കാൻ പരിധി പോലും വരുന്നില്ല. അത്ര വിഷമത്തിലാണ് അവർ. അപ്പോൾ കശുവണ്ടി തൊഴിലാളികളുടെ സ്ഥിതി അതാണ്. കയർ തൊഴിലാളി മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൂലി വർധനം ഇല്ല. മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ പ്രശ്നത്തിലാണ്. സംഘങ്ങൾക്കുള്ള പണം കിട്ടുന്നില്ല. തീരദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു തരത്തിലുള്ള ജീവസുരക്ഷിതത്വമില്ല. 3 ദിവസമൊക്കെ പണിക്ക് പോയാൽ ചിലപ്പോൾ ഒരു ആളുകൾ, നമ്മൾ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ തൊഴിലാളികൾ പറയുന്നത് 3 ദിവസം കരയ്ക്ക് പോയി വലയിട്ടിട്ട് ഒരു കൊച്ചുമത്തി പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട് എന്നത് സത്യമാണ്. അവരുടെ ഇന്ധനം, അവരുടെ മനുഷ്യാധ്വാനം കിട്ടിയിട്ട് 1 രൂപയില്ല തിരിച്ചു വരികയാണ്. ഈ പരമ്പരാഗത മേഖല, തൊഴിൽ മേഖല എന്നത് കടുത്ത പ്രതിസന്ധിയാണ്. എന്ത് ചെയ്തു ഈ ഗവൺമെൻറ് 10 വർഷക്കാലമായി? അവർക്ക് ജീവസുരക്ഷിതം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചോ? സാധിച്ചില്ല എന്ന് സത്യമാണ്. ഇപ്പോൾ കായംകുളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കശുവണ്ടി തൊഴിലാളികളുണ്ട്, നിരവധി കയർ തൊഴിലാളികളുണ്ട്, മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന നിരവധി ആളുകളുണ്ട്, വ്യാപാര മേഖലയായതുകൊണ്ട് അത്തരം കടകളിലുമായിട്ട് ബന്ധിക്കുന്ന നിരവധി മനുഷ്യർ ഇവിടെയുണ്ട്. ഇവർക്കൊന്നും ഒരു ജീവിത സുരക്ഷിതത്വം ഉണ്ടാക്കുവാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ് സാധിച്ചില്ല. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ പോളിസി ചേഞ്ച് ഉണ്ടാകണം. ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തി. കാരണം മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചുള്ള പരിചയം ഉണ്ട്. അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ആ ആളുകളുമായി ഇടപെട്ട് അവരുടെ ജീവിത വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രായോഗികമായി എന്ത് ചെയ്താൽ അവർക്ക് പ്രയോജനം കിട്ടുന്നതിനെക്കുറിച്ചൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരം ഒരു ആഗ്രഹം മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്ത കടന്നു പോകുന്നത് അതുകൊണ്ടാണ്. അവരോട് നീതി പുലർത്താൻ, അവർക്കനുസരിച്ച് നമ്മുടെ പബ്ലിക് പോളിസിയിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കായംകുളത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിരവധി മനുഷ്യർ അടിസ്ഥാന തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തണം എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യം തന്നെയാണ്. ഈ തീരദേശം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ തീരദേശവും നഗരവും ഒരുമിച്ച് വരുന്ന ഒരു സെക്ടറിലാണ്
കായംകുളം വരുന്നത്, കാർഷിക മേഖലയുണ്ട്. കാർഷിക മേഖല. പക്ഷെ ഞാൻ പറയുന്ന ഈ തീരദേശം നഗരം രണ്ടും രണ്ട് സെക്ടറാണല്ലോ. തീരദേശം കോസ്റ്റൽ ബെൽറ്റിന് വേറൊരു ഒരു സാമൂഹികമായ ഘടനയാണുള്ളത്, അർബൻ സെക്ടറിന് വേറൊരു സാമൂഹിക ഘടനയാണ്. നമുക്ക് നോക്കിയാൽ മുംബൈ പോലെയുള്ള നഗരങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് വികസിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ കൊച്ചി പോലെയുള്ള നഗരം ഭയങ്കര ഫാസ്റ്റായിട്ട്. കായംകുളത്തിൻ്റെ അത്തരം വികസന സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്ന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ MLAക്കോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലും കൂടെ നമ്മൾ നടത്തേണ്ടതില്ലേ? കഴിഞ്ഞ 20 വർഷക്കാലമായി കായംകുളത്ത് തുടർച്ചയായി LDF MLA ആണ്. അതിനെ കഴിഞ്ഞ ഇപ്പോഴത്തെ MLA കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായ MLA ആണ്. ഈ 10 വർഷക്കാലം കേരളത്തിൽ LDF ഭരണവുമുണ്ട്. സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കായംകുളം മുന്നോട്ട് പോകണ്ടേ? 10 വർഷം ഒരു ഭരണപക്ഷ MLA ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ കായംകുളം നഗരത്തിലേക്ക് എന്നാൽ ദേശീയപാത കായംകുളം നഗരത്തിൽ ഉയരപാത ഉണ്ടാകേണ്ടത് കായംകുളത്തെ സംബന്ധിച്ച് ഭൗമ പ്രത്യേകതകളനുസരിച്ച് അനിവാര്യതയാണ്. കാരണം എന്താണ്? കായംകുളത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശം കായലും അതിനപ്പുറത്ത് കടലുമാണ്. ആറാട്ടുപുഴയിലാണ് സുനാമി ഉണ്ടായത്. നൂറുകണക്കിന് ആളുകൾ അവിടെ ആ പ്രദേശങ്ങളെല്ലാം മരണമടഞ്ഞു. കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോലും കഴിയാതെ ഭീമൻ തിരമാലകൾ കയറി വന്നപ്പോൾ മനുഷ്യർ അവിടെ കിടന്ന് മരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വന്ന് ആറാട്ടുപുഴയും കണ്ടല്ലൂരിനെയും തമ്മിൽ പരസ്പരം ബന്ധിക്കുന്ന പാലങ്ങൾ ഉൾപ്പെടെ വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു അപകടകരമായ പാരിസ്ഥിതിക സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് കായംകുളത്തിൻ്റെ തീരപ്രദേശം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണം? ഇവിടെ ഒരു ആകാശപാത വേണ്ടേ? ഇപ്പോൾ ഒരു മതിൽ കിട്ടിയതുപോലെ പടിഞ്ഞാറൻ പ്രദേശവും കിഴക്കൻ പ്രദേശത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ജനപ്രതിനിധി ഇടപെടൽ ആവശ്യമല്ലേ? ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതാണോ? ദേശീയപാതയുടെ അലൈൻമെൻറ്റ് അതിൻ്റെ രൂപരേഖ രൂപപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതാണോ? ഒരു നാട്ടിടവഴി വെട്ടുന്നത് പോലെ ചെന്ന് ആളുകൾ വന്നിട്ട് വഴി വെട്ടിട്ട് പോവല്ലോ. അപ്പോൾ അവിടെ കൃത്യമായ ഇടപെടലുണ്ടായില്ല. ഇത് കായംകുളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ, നാടിൻ്റെ പ്രത്യേകതകൾ ബോധ്യപ്പെടുന്നതിൽ ഇടപെടലുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തരം തരത്തിലുള്ള ഒരു അലൈൻമെൻറ്റ് ഉണ്ടായത്. അരൂരിൽ, ചേർത്തലയിൽ, ആലപ്പുഴയിൽ, അമ്പലപ്പുഴയിൽ, ഹരിപ്പാട്ട്, കരുനാഗപ്പള്ളിയിൽ ഇവിടെ എല്ലാം തന്നെ ഉയരപാതകളുള്ളപ്പോൾ, എലിവേറ്റഡ് ഹൈവേ ഉള്ളപ്പോൾ എന്തുകൊണ്ട് കായംകുളത്ത് മാത്രം പറ്റിയില്ല എന്ന പ്രസക്തമായൊരു ചോദ്യം അവിടെ ഇല്ലേ? കായംകുളം കായലുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം, പാരിസ്ഥിതികമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനില്ലേ? അത്തരം ഒരു ഡ്രെയിനേജ് ഒന്നും ഇവിടെ ഒരിക്കലും അതൊരു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിഷൻ നമുക്ക് ഒരു നിയോജക മണ്ഡലത്തെ, ഞാനൊരു ജനപ്രതിനിധിയാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം നമുക്കൊരു നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുമ്പോൾ നമുക്ക് ആ നിയോജക മണ്ഡലത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ വേണം. അല്ല നമ്മൾ അപ്പോഴപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ ആരെങ്കിലും വന്ന് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഇത് ചെയ്യുന്നെങ്കിൽ പിന്നെ അവിടെ ഒരു റോഡ് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇരിക്കുന്നെങ്കിൽ പിന്നെ അവിടെ ഇരിക്കും, അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. നമുക്ക് ഒരു നാട്ടിൽ ആ നാടിനെ സംബന്ധിക്കുന്ന സമ്പൂർണ്ണമായ ഒരു കാഴ്ചപ്പാട് വേണം, ഒരു വിഷൻ വേണം. ആ കാഴ്ചപ്പാട് ജനകീയമായി ചർച്ച ചെയ്യപ്പെടണം, അല്ലേ? ജനങ്ങൾക്ക് ചർച്ചയ്ക്ക് വിട്ടുകൊടുക്കണം. ആ ചർച്ചയിലൂടെ ഇവോൾവ് ചെയ്യുന്ന തരത്തിൽ അടുത്ത 25 വർഷക്കാലത്തേക്ക് കായംകുളം ഇങ്ങനെയാവണം, അടുത്ത 25 അല്ലെങ്കിൽ അടുത്ത 50 വർഷക്കാലം കൊണ്ട് കായംകുളം എത്തിപ്പെടേണ്ട മേഖല ഇതാണ് എന്ന് തീരുമാനിക്കപ്പെട്ട് പിന്നെ അതിന് സമയാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണ്, അത് വരുത്തണം. പക്ഷേ ആ ഒരു വിഷൻ ഡോക്യുമെൻ്റ് വേണം, ആ കാഴ്ചപ്പാട് വേണം. അവിടെ അതിൽ പരിസ്ഥിതിയുണ്ട്, അവിടെ പിന്നെ പുരോഗതിയുണ്ട്, വ്യവസായമുണ്ട്, വാണിജ്യമുണ്ട്, അതിൽ സ്ത്രീ സൗഹൃദ ഇടങ്ങളുണ്ട്, കുട്ടികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, കളിയിടങ്ങളുണ്ട്, സാംസ്കാരിക പ്രദേശങ്ങളുണ്ട്, പൗരാണികതയുണ്ട്, പിന്നെ ആചാരങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, ഇതെല്ലാം ഉൾപ്പെടണം. അപ്പോൾ അത്ര സമഗ്രമായ ഒരു വിഷൻ ഡോക്യുമെൻ്റ് കഴിഞ്ഞ 20 വർഷക്കാലം ഒരു LDF MLAമാർ ഉണ്ടായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? അത് ശരിയാണോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനൊരു മാറ്റം ആവശ്യമാണ്. നിങ്ങൾ ഒരു UDF MLAക്ക് അവസരം നൽകും, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കൊരു അവസരം തരും. ഞാൻ ഈ നാടിനെ സംബന്ധിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിനുള്ളൊരു പദ്ധതി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. 100% ജനങ്ങൾക്കിടയിൽ സാമീപ്യം ഞാൻ ഉറപ്പു നൽകുന്നു. കായംകുളത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ നാടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കത്തക്ക തരത്തിൽ അപരവിദ്വേഷം വിളമ്പാതെ, ഒരാളെയും അപഹസിക്കാൻ ഇരിക്കാതെ, സംവാദങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ, ആഴത്തിലുള്ള പഠനത്തിലൂടെ കായംകുളത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാം എന്നാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്, അഭ്യർത്ഥിക്കുന്നതിൻ്റെ കാരണം അതാണ്.